ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് നിരാശപ്പെടാത്തവർക്ക് ദൈവത്തിൻ്റെ ദാനം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, കാരുണ്യവാനായ കർത്താവേ, ഇതേവരെ ഞങ്ങളെ കാത്തിരിശനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. വരുവാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും കർത്താവേ, നിൻ്റെ കാവലും കോട്ടയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉണ്ടായിരിക്കുമാറാകണമേ. നിരാശപ്പെടാതെ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങളെ സംഗതിയാക്കണമേ. നിൻ്റെ മക്കളെന്ന് അറിയപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിൻ്റെ വചനങ്ങൾ ഞങ്ങളിൽ വസിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് മനസ്സ് തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും നീ സ്വീകരിക്കണമേ. ഞങ്ങൾ നടക്കുന്ന വഴികളെ നീ അറിയുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടും തെറ്റിപ്പോകുന്നു. അതിൽ നിന്നും വിടുതൽ ലഭിക്കത്തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീ നിത്യ ദൈവമെന്ന് അറിഞ്ഞിട്ടും പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ ആരാധിക്കുവാൻ സംഗതിയാകുന്നില്ല. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളെ തന്നെ നിന്റെ തൃപാദത്തിൽ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന ശത്രുക്ക്, മേശക്ക്, അബേദ്നെഗോഗ്, ബേൽത്ശസ്സർ എന്നീ ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ചതുപോലെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമീൻ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നാം നിരാശപ്പെടാതെ ഇരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് തരുന്ന ദാനം എന്ന് പറയുന്നത് പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ അവരുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അതായത് ദൈവത്തിൽ നാം വസിക്കണം. അവനെ എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൽ മാത്രമല്ല, അവനിൽ വസിക്കത്തക്കവണ്ണം അവനെ ആരാധിക്കണം. അവന് ദയ തോന്നി അവനിൽ നമ്മെ അവൻ വസിപ്പിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നാം എന്ത് തന്നെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെയും നമുക്ക് ലഭിക്കും എന്നതാണ് യോഹന്നാൻ ശ്ലീഹ നമ്മോട് ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത്. അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട സമയത്താണ് നാം ഇപ്പോൾ കഴിയുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സകല പ്രാർത്ഥനയാലും യാചനകളാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. നമുക്ക് പ്രാർത്ഥനയിൽ പൂർണ്ണതയുണ്ടോ എന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം. നാം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഈ ലോക ജീവിതത്തിനോ അതോ നാം നിത്യതയിൽ നമുക്ക് കിട്ടേണ്ടതായ ആ ശാന്തിക്ക് വേണ്ടിയോ? ദൈവത്തിൻ്റെ സ്ഥാനം നാം എവിടെയാണ് വച്ചിരിക്കുന്നത്? അതായത് നാം ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം മാതാപിതാക്കൾ, പിന്നെ കുടുംബം, ഗുരുക്കന്മാർ, ബന്ധുമിത്രാദികൾ, ഫ്രണ്ട്സ് അഥവാ കൂട്ടുകാരൻ, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ക്രമം എന്നാണ് ഒരു നല്ല ക്രിസ്ത്യാനിയോട് നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നതും. 27-ാം സങ്കീർത്തനത്തിൽ 13-14 വാക്യം നോക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പ്രകാരം പറയുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. നാം ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കുക, അതിനായി ഒരുക്കമുള്ളവർ ആയിരിക്കുക. നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നത് സമാധാനം, അനുഗ്രഹം, ശക്തിയും ബുദ്ധിയുമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് നമ്മുടെ ബാക്കി ജീവിതം ജീവിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.